ഇന്ന് രണ്ട് മത്സരമാണ് IPLൽ നടന്നിട്ടുണ്ടായിരുന്നത്. ആദ്യ മത്സരത്തിൽ ഗുജറാത്ത് ജയിച്ചു, രണ്ടാമത്തെ മത്സരത്തിൽ ഡൽഹി ജയിച്ചു. ഇതോടുകൂടി പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. CSKയുടെ ഒന്നാം സ്ഥാനം പോയിരിക്കുകയാണ്. ഗുജറാത്ത് മുൻപിലേക്ക് വന്നിരിക്കുകയാണ്. ആകെ മാറ്റങ്ങളാണ് പോയിന്റ് ടേബിളിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ IPLൻ്റെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിലവിലിപ്പോൾ 10ാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസ്. ഇതുവരെ ഒരു മാച്ചിൽ പോലും മുംബൈ കളി ജയിച്ചിട്ടില്ല. കളിച്ച് രണ്ടിലും തോറ്റിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് പോയിന്റ് ഒന്നും തന്നെ ഇല്ല. നിലവിലിപ്പോൾ 9ാം സ്ഥാനത്ത് RCB ആണ്. അവരിതുവരെ 3 മാച്ച് കളിച്ചിട്ടുണ്ട്, 2 എണ്ണത്തിൽ തോറ്റിരിക്കുകയാണ്. ആകെ കൂടി ഒരു മാച്ചിൽ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അവർക്ക് 2 പോയിന്റ് ഉണ്ട്. PBKSൻ്റെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. പഞ്ചാബിനും 2 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇനി 7ാം സ്ഥാനത്തുള്ള ഡൽഹിക്ക് 2 പോയിന്റ് ഉണ്ട്. അവരും ഇതുപോലെ തന്നെയാണ്. 3 മാച്ചിൽ നിന്ന് ഒരു കളി ജയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 6ാം സ്ഥാനത്തുള്ളത് ലക്നൗ ആണ്. ലക്നൗ 2 മാച്ചിൽ നിന്ന് ഒരു കളി ജയിച്ചിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ 2 പോയിന്റ് ഉണ്ട്. ഇനിയിപ്പോൾ 5ാം സ്ഥാനത്തുള്ളത് ഹൈദരാബാദാണ്. കളിച്ച 3 മാച്ചിൽ ഒരെണ്ണത്തിൽ ഹൈദരാബാദ് ജയിച്ചിട്ടുണ്ട്. അവർക്ക് 2 പോയിന്റ് ഉണ്ട്. നിലവിലിപ്പോൾ 4 പോയിന്റ് ഉള്ളത് 4 ടീമിനാണ്. കൊൽക്കത്ത, CSK, രാജസ്ഥാൻ, ഗുജറാത്ത്. നിലവിലിപ്പോൾ 4ാം സ്ഥാനത്തുള്ളത് ഗുജറാത്താണ്. കളിച്ച 3 മാച്ചിലെ 2 എണ്ണത്തിൽ ഗുജറാത്ത് ജയിച്ചിട്ടുണ്ട്, 4 പോയിന്റ് അവർക്കുണ്ട്. 3ാം സ്ഥാനത്താണ് രാജസ്ഥാൻ. 2 മാച്ചിലെ 2 എണ്ണത്തിലും രാജസ്ഥാൻ ജയിച്ചിരിക്കുകയാണ്. എന്നാൽ CSK ഇപ്പോൾ 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. CSK 3 മാച്ചിൽ നിന്ന് 2 കളി ജയിച്ചിട്ടുണ്ട്, 4 പോയിന്റ് ചെന്നൈക്കുണ്ട്. ഇന്ന് കളി തോറ്റതാണ് ചെന്നൈക്ക് പണിയായത്. നിലവിലിപ്പോൾ 1ാം സ്ഥാനത്ത് കൊൽക്കത്തയാണ്. കളിച്ച 2 മാച്ചിലും ജയിച്ച് 4 പോയിന്റ് കൊൽക്കത്തയ്ക്കുണ്ട്. ഈ ഒരു പോയിന്റ് ടേബിളിൽ ഇതുവരെ തോൽക്കാത്ത ടീമുകൾ കൊൽക്കത്തയും രാജസ്ഥാനുമാണ്. അപ്പോൾ ഈ IPLൽ ഏത് ടീമായിരിക്കും കപ്പ് നേടുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.